ആരാണ് സാർ അങ്ങനെ പറഞ്ഞത്? മറുചോദ്യങ്ങൾ വേണ്ട. എനിക്കും രാധയ്ക്കും മാത്രം അറിയാവുന്ന സത്യം അത്. നീ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഒരുമാതിരി യക്ഷികളെ പോലെ. പക്ഷേ ആ സ്വഭാവം കാണിക്കുന്നത് ഞാനല്ലല്ലോ, തനേട്ടനല്ലേ. എന്റെ അമ്മയ്ക്ക് എന്തു പറ്റി? എന്റെ അമ്മയെ നിങ്ങൾ എന്ത് ചെയ്തു? ടീച്ചറുടെ മൂത്ത മകളും മരുമകനുമാണല്ലേ? അതെ സർ. അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? എന്താ നിങ്ങൾ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പെറ്റീഷൻ ബില്ല് വന്നിട്ടുണ്ടോ? അല്ല, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പിന്നീട് കണ്ടില്ലെങ്കിൽ പെറ്റീഷൻ. വേണ്ട വേണ്ട, വെറുതെ കഷ്ടപ്പെടണ്ട. തൽക്കാലം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി മാത്രം തന്നാൽ മതി. നിങ്ങളിരിക്കണം സർ. ടീച്ചറുമായി നിങ്ങൾ രണ്ടാളും അത്ര രസത്തിലായിരുന്നില്ല അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. ആരാണ് സാർ അങ്ങനെ പറഞ്ഞത്? മറുചോദ്യങ്ങൾ വേണ്ട. ടീച്ചറുമായി നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായിരുന്നോ അല്ലയോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ആയിരുന്നു എന്ന് പറഞ്ഞാ ഒരു കുടുംബമാകുമ്പോൾ ചില സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ സർവ്വസാധാരണ ആണല്ലോ സാറേ. അതുപോലെ ചില ടീച്ചർ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം അല്ലേ? ആരും കൂടെ താമസിക്കുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അതിന് കാരണം പ്രായമാവുന്ന ഒരു സാധാരണ കണ്ടുവരാറില്ല മൂശേട്ട സ്വഭാവം. അമ്മയ്ക്ക് ആരെയും പിടിക്കില്ലായിരുന്നു സാറേ, അതാ സത്യം. അങ്ങനെയാണെങ്കിൽ രണ്ട് അനാഥ കുട്ടികളെ ടീച്ചർ ഇവിടെ സംരക്ഷിച്ചിരുന്ന എന്തിനാ? അവര് നല്ല രമ്യതയിലും ആയിരുന്നല്ലോ. അപ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്ന മകളോടും അവളുടെ ഭർത്താവിനോടും മാത്രമേ ടീച്ചർ ഈ പറഞ്ഞ മൂശേട്ട സ്വഭാവം കാണിച്ചിരുന്നുള്ളൂ എന്ന് സാരം അല്ലേ മിസ്റ്റർ ധനപാലൻ? പറയുന്നതിൽ ദുഃഖമുണ്ട്, എങ്കിലും പറയാതെ വയ്യല്ലോ. സാറിന് അറിയാമായിരിക്കുമല്ലോ, 4 വർഷം മുമ്പ് ഇവളുടെ അനുജത്തി രേണുകയെ കാണാതായ സംഭവം. ആ സംഭവത്തിന് ശേഷം അമ്മയുടെ മാനസിക നില അത്ര നോർമൽ കണ്ടീഷനിലായിരുന്നില്ല. അതെ സർ. എനിക്കും രാധയ്ക്കും മാത്രം അറിയാവുന്ന സത്യം അത്. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടേഴ്സിനാരെയും കാണിച്ചില്ലേ? ഇല്ല സർ. അമ്മയെ ആരും ഒരു ഭ്രാന്തിയായി കാണുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ലായിരുന്നു. അതുകൊണ്ട് രാധയെ തന്നെയാണ് ഡോക്ടറെ കാണിക്കേണ്ടെന്ന് പറഞ്ഞതും. നിങ്ങളുടെ ഭർത്താവ് പറയുന്ന സത്യമാണോ? എന്താ നിർമ്മല ടീച്ചർ ഒരു മാനസിക രോഗിയായിരുന്നോ? സർ, ദയവ് ചെയ്ത് അവളോട് അധികം ഒന്നും ചോദിക്കരുത്. അവൾ ആകെ തകർന്നു നിൽക്കുക. ആദ്യ അനിയത്തി, ഇപ്പതാ അമ്മയും. എനിക്കിനി എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ സർ. അവൾക്ക് കൂടി എന്തെങ്കിലും. കണ്ടില്ലേ സർ? മിസ്റ്റർ ധനപാലൻ, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. തൽക്കാലം ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് വീണ്ടും കാണാം. ശരി സർ. ஆண்டவா, நீதான் துணை. മോളെ രാധു,
നീ എന്തിനാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഒരുമാതിരി യക്ഷികളെ പോലെ. പക്ഷേ ആ സ്വഭാവം കാണിക്കുന്നത് ഞാനല്ലല്ലോ, ധനേട്ടനല്ലേ? ജീവനോടെ മറ്റുള്ളവരുടെ ചോര ഊറ്റി കുടിക്കുന്നത് ധനേട്ടനാ. എന്നിട്ട് നീ എന്താ ഈ പറയുന്നത്? ഒന്നും അറിയില്ലല്ലേ? ധനേട്ടന് ഒന്നും അറിയില്ലല്ലേ? നിനക്ക് എന്താ രാധിയെ ഭ്രാന്ത് പിടിച്ചോ? അതെ, നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ അമ്മയെ ഭ്രാന്തിയാക്കിയതുപോലെ നിങ്ങൾ എന്നെ ആക്കിക്കോളും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയുടെ ഇരുട്ടുമുറി കൊണ്ടുപോയി തള്ളിയിട്. അതോടെ തീരുമല്ലോ ധനേട്ടന്റെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും. എന്നെ മാത്രമായി ഇനി എന്തിനാ ബാക്കി വെക്കുന്നത്? രാധികെ, എനിക്കറിയാം ധനേട്ടൻ ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ വലുത് പണമാണ്. ധനേട്ടൻ ഇന്നോളം പണത്തെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പണത്തിന് വേണ്ടി ധനേട്ടൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നെ പോലും വേണമെങ്കിൽ ധനേട്ടൻ. രാധിക നിന്നോട് നിർത്താനാ പറഞ്ഞത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ധനേട്ടൻ എന്നെ പോലും സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹം നടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. അതെടി, എനിക്ക് ആരോട് സ്നേഹമില്ല. ഞാൻ ഇന്നോളം ആരെയും സ്നേഹിച്ചിട്ടുമില്ല. അങ്ങനെ നടിച്ചിട്ടേ ഉള്ളൂ. നീ പറഞ്ഞ നേരാ. എനിക്ക് എന്തിനേക്കാളും ആരെക്കാളും സ്നേഹം പണത്തിനോട് തന്നെയാ. അതിന് കാരണമുണ്ട്. പണത്തിന്റെ വില എന്താണെന്ന് നല്ലതുപോലെ മനസ്സിലാക്കിയവനാണ് ഈ ധനപാലൻ. അതൊന്നും നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതെ, മനസ്സിലാവില്ല. നിങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, എന്റെ അമ്മയ്ക്ക് എന്തു പറ്റി? എന്റെ അമ്മയെ നിങ്ങൾ എന്ത് ചെയ്തു? രാധികെ, എനിക്കത് അറിയണം, എനിക്കതറിയണം. എന്റെ അനിയത്തി രേണുകയെ പോലെ എന്റെ അമ്മയെ നിങ്ങൾ ഇല്ലാതാക്കിയോ? പറ, എനിക്കതറിയണം. മാറി നിൽക്കാനാ പറഞ്ഞത്. നോക്ക്, ഒന്ന് കുഴിച്ചു മുടിക്കളല്ലാതിനും ഞാൻ. ഭരിക്കാനാണ് ധനപാലന് ഇഷ്ടം, ഭരിക്കപ്പെടാനല്ല. ഇത് രാഷ്ട്രീയക്കാരന്റെ രക്തമാ. കൈ ചൂണ്ടുന്നവർ ആരായാലും അരിഞ്ഞു തള്ളു ഞാൻ. ആ ധനേട്ടാ, എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞോട് ധനേട്ടാ. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നൊന്ന് പറ ധനേട്ടാ. എന്നെ പെറ്റു വളർത്തിയ എന്റെ അമ്മയല്ലേ അത്. എനിക്ക് ആരുമില്ല, നോക്കല്ലേ ധനേട്ടാ. ആടാം പാടാം ആരോമൽ. അയ്യോ, വരുന്ന ധനപാലൻ സാറോ? കൊറേ കാലം ആയില്ല കണ്ടിട്ട്. അതുകൊണ്ടല്ലേടാ നിന്നെ തപ്പി ഞാൻ ഇറങ്ങിയതും. എന്തിനാ സാറേ? വല്ല ബൂത്ത് പിടുത്തത്തിനോ യോഗം കലക്കലിനോ കല്ലേറിനോ ഒക്കെ ആണെങ്കിൽ സാറിനോട് ക്ഷമിക്കണം. ഞാനൊന്ന് നിർത്തി. ഇപ്പൊ ആത്മീയതയില്ല. അതാ സുഖം ശരീരത്തിനും മനസ്സിനും. ഇങ്ങനെ പോയാൽ ശരീരത്തിനും മനസ്സിനും ഒന്നും അത്ര സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ സദാശിവ. അതെന്താ സാറേ? സദാശിവ, നിനക്കറിയാലോ, നിന്നെക്കാളും വലിയ ചട്ടമ്പികളും ഊച്ചാളി പിള്ളേരും ഒക്കെ എന്റെ കസ്റ്റഡിയിൽ വേറെ ഉണ്ടെന്ന്. എന്നാ സാർ അവന്മാരെ എങ്ങനെ ചെന്ന് കാണാം. നേരം കളയണ്ട. എനിക്കാണെങ്കിൽ ഇന്നൊരു ഭജനയ്ക്കും പോകാനുള്ളതാണ്. നിക്കടവിടെ. നിന്നെയൊക്കെ തൊട്ടിത്തരത്തിന്റെ ബാലപാഠം പഠിപ്പിച്ച് എനിക്കിട്ട് തന്നെ വെച്ചിട്ട് ഒന്നും അറിയാത്തവരെ മുങ്ങാൻ നോക്കുന്നുടാ. എന്താ സാറേ ഈ പറയുന്നത്? ഞാൻ സാറിനിട്ട് എന്തോന്ന് വെച്ചെന്നാ? അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? നീ ആ സിയോട് എന്നെ പറ്റി എന്താടാ പറഞ്ഞത്? ഏത് സിഐ? എന്തു പറഞ്ഞു? ആര് പറഞ്ഞു? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചേട്ടത്ര എന്നോട് കാണിച്ചിട്ടുണ്ടല്ലോ, അറിയാലോ നിനക്കനെ. സാറേ, സാറിനോട് ആരാണ് റേഷനി പറഞ്ഞ് കയറ്റിയിരിക്കുക, അല്ലാണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. വേണ്ട വേണ്ട, നീ വലിയ സത്യവാനാവാണെന്ന് നോക്കണ്ട. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, നീയല്ല ഏതവും വിചാരിച്ചാലും ഈ ധനപാലന്റെ രോമത്തെ പോലും തൊടാൻ പറ്റില്ലെന്ന് അറിയാലോ. നിന്ന് പെരുവിർക്കാതെ വാർന്ന് പറയടാ. അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അമ്മായി അമ്മയെ സാർ എന്തോ ചെയ്തു? തട്ടിയോ അതോ? എടാ നീ എന്നോട് പറഞ്ഞോ സാറേ? ഞാൻ ആരോടൊന്നും പറയാൻ പോണില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ. ആ തട്ടി കുടിച്ച് മൂടുകയും ചെയ്തു. എന്താ, ആർക്കും തെണ്ണൊന്നുമില്ലല്ലോ. അവർ എന്റെ അമ്മായിയമ്മയല്ലേ? ഉള്ളതാണോ സാറേ ഈ പറയുന്നത്? എന്താ, നിനക്ക് വിശ്വാസമായില്ലേ? ഇതും കൂടി ചെന്ന് പറയടാ ആ സിയോട്. അയാൾ എന്നെ എന്താ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. ബ്ലാഡി. പിന്നെ നിനക്കുള്ളതുണ്ടല്ലോ, അത് ഞാൻ പിന്നീട് തരുന്നുണ്ട്. കരുതിയിരുന്നോ നീ? കേട്ടാ? ആ സമയം
അണ്ണാൻ മൂത്താലും മരം മറക്കിടാവൂേ. നീ കരുതിയിരുന്നോ? 10 പറ്റ പതിച്ചിയോടാ കടിഞ്ഞൂൽ പ്രസവത്തിന്റെ കാര്യം പറയുന്നു. വെടിക്കെട്ടുകാരന്റെ മുയലിനെ ആ എലിവാണം കാണിച്ച് പീഡിപ്പിക്കുന്നത്. ആ, താൻ അവിടെ തന്നെ നിൽക്ക്. ആക്സിഡന്റ് കേസുകൾ എപ്പോൾ ഏത് സമയത്താണ് വരുന്നത് പറയാൻ പറ്റില്ല. വന്നാലുടൻ ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ച് കക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കി കേസ് ക്യാൻവാസ് ചെയ്ത് നമ്മുടെ പോക്കറ്റിലാക്കേ. പിന്നെ തന്നെ എന്തിനാണോ ഞാൻ എൻ്റെ ജൂനിയറാക്കി ഇരുത്തിയിരിക്കുന്നത്? നല്ല ശമ്പളവും തരുന്നുണ്ടല്ലോ. മാക്സിമം കേസുകൾ ക്യാൻവാസ് ചെയ്ത് പിടിച്ചോളണം. താനാ ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് മാറരുത്. അതും കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവണം. ശരി ശരി. ഓരോരുത്തന്മാരോട് ഒരു കാര്യം പറഞ്ഞ ശ്യാം, എന്താണോ വക്കീല്? കാണാത്തോണ്ടാണോ അതോ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തതാണോ? ഇല്ല, തന്നെ ഞാൻ കണ്ടില്ല. അതുകൊള്ളാം. ഇത്രയും തണ്ടും തടിയൊക്കെ ഉണ്ടായിട്ടും താൻ എന്നെ കണ്ടില്ലെന്നോ? നേരാണോടോ വക്കീലെ? ഓ, താനിപ്പോ കോടതിയിൽ വരാറില്ലല്ലോ, അതുകൊണ്ട് വക്കീലെന്ന് വിളിക്കാമോ ആവോ? വക്കീലാവാൻ കോടതി വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുമല്ല, കോടതി വന്ന് കേസ് വാദിക്കാൻ ബിരുദത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഏതൊരു ഇന്ത്യൻ പൗരനും സ്വന്തം കഴിവനുസരിച്ച് കേസ് വാദിക്കാവുന്നതാണ്. അതൊക്കെ ശരി. തന്നെ പറ്റി ഓർക്കുമ്പോൾ ചിരിക്കാതിരിക്കാനും എനിക്ക് നിവർത്തിയില്ലടോ. സമർത്ഥനായ ഒരു വക്കീലല്ലടോ താൻ. ആൻഡ് യങ് ടാലന്റഡ് ലോയർ. എന്നിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഹോസ്പിറ്റലും വീടും ഭാര്യയും ഒക്കെ ആയി കറങ്ങിത്തിരിഞ്ഞ് ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തല്ലേടോ. എന്തെങ്കിലും ഈഗോസ് ഉണ്ടെങ്കിൽ കളയടോ. എന്നിട്ട് കോടതിയിലേക്ക് വരാൻ നോക്ക്. ഞാനൊന്നും പറയുന്നില്ല. തന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യും. താൻ കുറച്ചു നാളായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. തന്റെ വൈഫ് പ്രസവിച്ചോ? ഇല്ല. ഒബ്സർവേഷനിലായിരിക്കും. അത് ഇവിടുത്തെ ഒരു സ്ഥിര നമ്പറാ. ഇവിടെ മാത്രമല്ല, എല്ലാ സ്വകാര്യ ആശുപത്രിയിലെയും നിയമം അതാ. മിനിമം ഒരു 5 സ്കാനിങ് എങ്കിലും വേണ്ടിവരും. എന്നിട്ട് പറയും കുഞ്ഞിന് വളർച്ചയില്ല, കോംപ്ലിക്കേഷനാ എന്നൊക്കെ. നമ്മളെ വരട്ടാനാ. പിന്നെ ഒടുക്കും ഒരു സിസേറിയനും. നമ്മുടെ പോക്കറ്റ് കാലി. ജോൽസിനെ കണ്ട് നല്ല നാളും സമയവും കുറിച്ചു വെച്ചിട്ട് സിസേറിയൻ നടത്താൻ വരെ ആളുണ്ട്. കാലം പോയ പോക്കേ. അതൊക്കെ പോട്ടെ. എന്നാ ഡെലിവറി? ഇല്ല, അബോർട്ട് ചെയ്യേണ്ടി വന്നു. ഓ മൈ ഗോഡ്. സാരമില്ലടോ, ദൈവവിധിയാണെന്ന് വിചാരിച്ചാ മതി. തന്റെ ഭാര്യ പ്രസവിച്ചോ? പിന്നെ പ്രസവിച്ചു. പഴവങ്ങാടി ഗണപതിക്ക് ദിവസവും തേങ്ങ ഉടച്ചത് വെറുതെ ആയിടോ. പെൺകുഞ്ഞ. അതിനെന്താ, ഒരു കുഴപ്പമില്ലാതെ കിട്ടിയില്ലേ? അതുപോലെ. കുഴപ്പമൊന്നും ഇല്ലടോ. വളർന്ന് വലുതാകുമ്പോഴാ ചിന്തിക്കാൻ കൂടി വയ്യ. 3 പെണ്ണല്ലേടോ. താ ഒരു കാര്യം അറിഞ്ഞോ? എന്താ? ആ നിർമ്മല ടീച്ചർ ഉണ്ടല്ലോ, തന്റെ ആ മറ്റേ കേസിലെ കക്ഷി, ആ രേണുകയുടെ അമ്മ. പുള്ളിക്കാരത്തി ഒരാഴ്ചയായിട്ട് മിസ്സിംഗാ. പോലീസും നാട്ടുകാരൊക്കെ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. തന്നെയും ചിലർക്കൊക്കെ സംശയമുണ്ട്. എന്തായാലും ആരും തട്ടിക്കൊണ്ടു പോയതല്ലെന്ന എന്റെ സംശയം. താനൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടോ.